അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ സ്വസ്ഥരായിരിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയിൽ ശുശ്രൂഷിക്കുന്ന എന്നെ വാത്സല്യാണ്. ആമേൻ. ഞങ്ങൾ സഹോദരങ്ങളുമായി സ്നേഹിച്ച ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ സഹകരിച്ച പ്രിയ സാംബാസിയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ ദാസനെ നേരിട്ട് കാണുന്നില്ലെങ്കിലും സ്തോത്രം പരസ്പരങ്ങളിൽ ടെലിഫോണിലൂടെ സംസാരിപ്പാൻ പ്രത്യാശയുടെ അനുഭവങ്ങൾ കൈമാറുവാനൊക്കെ ദൈവം നൽകിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പകലെ സംസാരിച്ചതുപോലെ സ്നേഹിക്കുന്ന പ്രിയായ്മാമയും പ്രിയ ബോസ്റ്റാനും പ്രിയാനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവത്തിലെ ആത്മാവ് നമ്മോട് ശാന്തമായി സംസാരിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കത് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലും അതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക തന്നെ ചെയ്യും. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഒന്നിങ്ങനെ സന്തോഷത്തോടെ ദൈവത്തിന്. ഞാൻ ഈ സന്തോഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആത്മാവിൽ ആരാധിക്കാൻ കൃപയുണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റുന്നു. അഭിഷേകം പ്രാപിച്ചെങ്കിലേ അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുന്നു. പക്ഷേ ഇതിലൊന്നും കൃപയില്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നത് ഒരു സന്തോഷമാണ്. എന്നിട്ട് പുഞ്ചിരിക്കാത്ത ആൾക്കാരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾക്കൊക്കെ ഒരു ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരേണ്ടത് ആവശ്യമാണ്. പാട്ടുകാരൻ്റെ ആവശ്യമുണ്ട്, മൈൻഡ് സെറ്റിന്റെ ആവശ്യമുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തിന്റെ സഹകരണമുണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഒരിക്കൽ എസെങ്കിൽ ഒരു താഴ്വയിൽ ഇറങ്ങുമ്പോൾ ആ താഴ്വയിൽ ഒരെണ്ണം പോലും ജീവനുള്ളതില്ല. എല്ലാം ചതഞ്ഞ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന മാറ്റം ഭമിക്കുന്ന വലിയ ഒരു അസ്ഥി കുമാരത്തിന്റെ നഗരത്തിൽ കർത്താവിന്റെ ദാസനായ എസെക്കിയേലിനെ പരിശുദ്ധാത്മാവ് കൊണ്ടാക്കി. ഞാനൊരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ആത്മാവിൽ എസെക്കിയേലിനോട് ഒന്ന് ആരാധി, അങ്ങ് ഇങ്ങനെ വികൃതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് എങ്ങനെ ശുശ്രൂഷ ശക്തമായി വെളിപ്പെടുത്തി സൈന്യമായി തിരിച്ചു വന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ വന്നൊരു ചിന്ത പറയാം. സ്തോത്രം. കൈകാലുകൾ ചിതറപ്പെട്ടെങ്കിലും അസ്ഥികൾ ചിതറപ്പെട്ടെങ്കിലും ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെ അസ്ഥികൾ ചിതറപ്പെട്ട് ആരുടെ അവയവങ്ങളാണ് ആരുടെ അസ്ഥികളാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വലിയ താഴ്വരയിലെ അസ്ഥികുമാരന്റെ നടുവിൽ ദൈവത്തിന്റെ ദാസൻ ചുറ്റി തിരിഞ്ഞു നിൽക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച പറയാം. സ്തോത്രം. അതിന്റെ നടുവിൽ കുറെ തലയോട്ടികളുണ്ട്. സ്തോത്രം. സയൻസ് പഠിച്ചിട്ടുള്ള കുഞ്ഞിക്കറിയാം, സയൻസ് ലാബിൽ നിൽക്കുമ്പോഴറിയാം. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ പാസ്തയെ കണ്ട് ചിരിച്ചിട്ടില്ലെങ്കിലും തലയോട്ടി പരുവമായ 24 മണിക്കൂറും ചിരിയാണ്. തലയോട്ടി കാലോട് ഒരു വിളക്കവുമില്ല. ആരെയും കണ്ടാലും കുത്തിരിച്ചു നോക്കാറില്ല. അടികൊണ്ട് പുടഞ്ഞു വരുന്ന വിദ്യാർത്ഥിയെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പുള്ളിയാണ് തലയോട്ടി. തലയോട്ടിയുടെ കാര്യമാണ് പറയുന്നത്. എസെക്കിയേലിന് ഒരു കാര്യം മനസ്സിലായി. യുവന്മാർക്ക് ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് വെള്ളം ഒഴിച്ചു തരാൻ അറിയത്തില്ലെങ്കിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ജീവനില്ലെങ്കിലും സ്വപ്രാഴ്ചയിടാനുള്ള ശക്തിയില്ലെങ്കിലും ചിരിച്ചോണ്ട് ദൈവോധനം കേൾക്കാൻ അംഗീകാരമുള്ള ഈ അസ്ഥികളുടെ നടുവിൽ ജീവിപ്പിക്കുന്ന കാറ്റ് വീശിയടിക്കും. ഇന്ന് രാത്രി എല്ലാം മാറിപ്പോയിട്ട്, എല്ലാം കഠിനങ്ങൾ മാറിപ്പോയിട്ട് ജീവന്റെ കാറ്റ് നിരക്ക് നേരെ വീശി കഴിക്കുക. ആത്മാവിൽ സന്തോഷമുള്ള രാത്രിയിൽ കരങ്ങളുടെ അതിനുവേണ്ടിയാകണം ഈ കാലഘട്ടങ്ങളിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. പൗലോസ് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് പഠിപ്പിച്ചു.
അത് ചൊല്ലി ശിഷ്യന്മാരുടെ പിൻഗാമികളായ നമുക്ക് 1 മാസത്തിലധികം ഉള്ളത് കഴിക്കാൻ വീട്ടിൽ കർത്താവ് തന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു ആ പ്രാർത്ഥനയെ ചൊല്ലാറില്ല. പൗലോസിന്റെ പ്രാർത്ഥനയിൽ ഒരു ചെറിയ വസ്ത്രത്തെ പോലും ആവശ്യമുന്നയിക്കാതെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. എന്റെ അകത്തെ മനുഷ്യരിൽ പൂർവാധികം ശക്തിയോടെ പുറമേയുള്ള മനുഷ്യന് ബലഹീനത വരാം, പുറമേയുള്ള മനുഷ്യന് ഷുഗർ വരാം, പുറമേയുള്ള മനുഷ്യന് ക്യാൻസർ വരാം, പുറമേയുള്ള മനുഷ്യന് എന്തെല്ലാം അപര്യാപ്തത ഉണ്ടെങ്കിലും അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനെ ആത്മാവാണ്. അതേ ആത്മാവ്. ഞാൻ രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു വന്നവർക്ക് അത് മനസ്സിലായി. വാസ്തവത്തിൽ എന്തായി പരിശുദ്ധാത്മാവ്, എന്താണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം? അതല്ല സബ്ജക്ട് ഞാൻ പകലെടുത്തിന് ബാക്കി വേഗത്തിൽ ശുശ്രൂഷിച്ചിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. എന്താ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം? അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇങ്ങനെ സെറ്റ് അപ്പ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു പ്രത്യേക കാര്യം നിർവഹണ പദ്ധതിക്ക് വേണ്ടി എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ടിട്ടത് കൊള്ളാമെന്ന് പറഞ്ഞ് നിർത്തിയ ആത്മമണ്ഡലമാണ് അഭിഷേകം. ഇത് സമായോഗത്തിന് വരുമ്പോ മാത്രമല്ല വെളിപ്പെടുന്നത്. കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ മാത്രം റീചാർജ് ആകുന്ന സംഭവമല്ല. 24 മണിക്കൂറും ഗുണം 7, 24/7, 24/7 നിമിഷങ്ങളിലും ദിവസങ്ങളിലും വ്യാപരിക്കപ്പെടുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇത് അഭിഷേകം എന്ന് പറഞ്ഞ സ്തോത്രം. നമ്മയൊക്കെ കർത്താവ് തെരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിന്റെ ആഴം അറിഞ്ഞാൽ നമ്മൾ ആരും ഇങ്ങനെ ഇരിക്കുക. ഞാനൊരിക്കൽ ട്രിവാൻഡ്രം പട്ടണത്തിനടുത്തുള്ള പുത്തിരിക്കട്ട മൈതാനത്തിൽ ക്രമീകരിച്ചൊരു ഉണർവയോഗത്തിൽ ശുശ്രൂഷിച്ചിട്ട് അവിടെ നിന്ന് ബസ് പിടിക്കാൻ വേണ്ടി ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുമ്പോൾ 35-38 വയസ്സിന് അകത്ത് പ്രായമുള്ള, കണ്ടാൽ അവനെ ഒരു വെളുത്ത നിറമാണെങ്കിൽ നിറമൊക്കെ ഇരുണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ, ഭ്രാന്തനായ മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് കൈ നീട്ടിട്ട് ഞാനൊരു ചായ കുടിച്ചു നോക്കുക, ഒരു മിഷൻ കോഫിക്കാരൻ്റെ അടുക്കുന്നുണ്ട്, അത് വാങ്ങിയേ ഉള്ളൂ. എന്നിട്ട് എന്നോട് ധൈര്യമായിട്ട് ആവശ്യപ്പെട്ടു അതിന് തരാൻ. പുതിയൊരു കാപ്പി മേടിച്ചിട്ട് ഞാൻ അവന് കൊടുത്തു. ആ കടക്കാരൻ എന്നെ വിശദമായി വഴക്ക് പറഞ്ഞു, ശകാരിച്ചു. ഞാൻ ചോദിച്ചതിന് അവനെ അർത്ഥപ്രാണനായ മനുഷ്യനല്ലേ. അതല്ല സാറേ, സ്തോത്രം, ഈ ഇവരിൽ പോകത്തില്ല. സ്തോത്രം, ഇവിടെ ഉള്ള എല്ലാ കടക്കാരും ചൂടുവെള്ളം തുടങ്ങിയിട്ട് അവനെ ഓടിക്കുന്നത് ഞങ്ങൾക്ക് ശല്യമാണ്. ഞാൻ അവന്റെ ചരിത്രം പഠിച്ചു കേട്ടോ. സ്തോത്രം. അവനെ പറ്റി അന്വേഷിച്ചു വന്നപ്പം ട്രിവാൻഡ്രം പട്ടണത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ ആർക്കോ പറക്കപ്പെട്ട ഒരു സന്തതി ജന്മനാ ഭ്രാന്തനായി പോയതാണ് വിഷയം. സ്തോത്രം. രാത്രി അഹങ്കരിക്കാതെ ആ വാക്ക് വളരെ ഭാഗ്യത്തോടെ പറഞ്ഞത്, യേശുവിന്റെ നാമത്തിൽ നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വിനയത്തോടെ കണ്ണുകളെ ദൈവത്തിന് സ്വന്തം പറയാം. യേശുവിന്റെ നാമത്തിൽ ജന്മനാ ഭ്രാന്തനായി പോയ അവനെ ആർക്കും നന്നാക്കാൻ കഴിഞ്ഞില്ല. എല്ലാ മന്ത്രവാദ സൂത്രങ്ങളും തെളി നോക്കിയിട്ടും അവനെ ഭ്രാന്തമാറാഞ്ഞത് കൊണ്ട് കൊട്ടാരത്തിലെ പുരോഹിത വർഗം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുടുംബക്ഷേത്രത്തിന്റെ നടയിൽ അവനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് കളയാമെന്ന. അവിടെ കിടന്ന് പിച്ചതണ്ടി അവനെ ഉപജീവനം കഴിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു കണ്ണിനും ദയയില്ലായിരുന്നു, നോക്കുകുത്തിയായിരുന്നു. എന്നെ പോയി ന്യായമായത് തരാമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ മഹിമയുടെ സാക്ഷിയായി വെച്ച് ഉയരത്തിന്റെ കൊട്ടാരത്തിന് അവകാശിയാക്കിയിട്ടുള്ള ഇത്ര വലിയ
അത് എന്നെ സന്ധ്യാസമയത്ത് ഞാൻ അല്പനേരം പ്രാർത്ഥിക്കുവാൻ ഒരു സ്ഥലത്ത് വേർതിരിച്ച സ്ഥലത്ത് വെച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്ന വിഷയം പറയാം. ഇന്ന് രാത്രി കൃപയുടെ പകർച്ച ദൈവാത്മാവ് വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ നോക്കി ആത്മാവിൽ പറയുന്ന ഒരു പ്രവചന ദൂത് പറയാം. യാക്കോബ് വൃദ്ധനായി കണ്ണുകൾ മങ്ങിപ്പോയപ്പോഴും അവനൊരു വെളിപ്പാട് മക്കളോട് പറയുന്നു. ഇതിന് ആത്മീയ ദൂതാണ്. നിങ്ങളുടെ ഒഴിഞ്ഞു കെട്ടിയ മടക്കി കെട്ടിയ ചാക്കുകൾ ഒരുപ്പി, മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആത്മാക്കളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില ശക്തിയോട് രാത്രി പരിശുദ്ധാത്മാവിയ വിട്ടുതരാൻ കഴിയുന്ന, വാരിത്തരാൻ കഴിയുന്ന ചില മേഖലകളിലേക്ക് രാത്രി അഭിഷേകന്മാരെ പുതിയ ഈ രാത്രി ദൈവാത്മാവ് പറയുക. എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞ് മുമ്പോട്ട് നിൽക്കണമെന്ന് ആഗ്രഹമെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഞാൻ അവയെ ആത്മശക്തിക്ക് ഒരു ഗുണമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ വാട്സപ്പിൽ വായിച്ചിട്ടുള്ള ഒരു സ്റ്റോറി പറയാം. പക്ഷെ വാട്സപ്പിൽ വന്നത് അത് കഴുതയായിട്ടാണ്. ഞാൻ വായിച്ച പുസ്തകത്തിനകത്ത് കുതിരയാണ്. പടക്കളത്തിൽ ശക്തിയോടെ പൊരുതിയ ഒരു കുതിര തന്റെ പ്രാക്ടീസ് പീരീഡിൽ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് അവരെ ട്രാക്ക് വിട്ടൊരു വലിയ ഗർത്തത്തിൽ അഗാധമായ കുഴിയിൽ വീണ ഭീമാകാരനായ കുതിരയെ എടുക്കാൻ ആർക്കും കഴിയാത്തതുകൊണ്ട്, ഇന്നത്തെ പോലെയുള്ള മിഷണറി ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാജാവ് വേഗത്തിൽ മന്ത്രിസഭാ യോഗം വിളിച്ചു കൂട്ടി. കുതിരയെ എങ്ങനെ രക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കിയപ്പോഴൊന്നും പറ്റുന്നില്ല. ഒരു ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, പ്രഭോ, നമ്മുടെ പ്രിയങ്കനായി കുതിര ഇങ്ങനെ കിടന്ന് ചാകാതെ ദുഃഖമുണ്ട്. തിരുമനസ്സിനെ ഹിതമെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം, ആശയം പറയാം. ഈ കുതിരയുടെ മുകളിൽ നമുക്ക് മണ്ണ് വെട്ടിയിട്ട് മൂടാം. അതിങ്ങനെ കിടന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലതാണ്. രാജാവ് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിച്ചോടാൻ പറഞ്ഞു. ദുഃഖത്തോടെ അതിനെ സൈൻ ചെയ്തു. പടയാളികൾ കൊട്ടയും മമ്മട്ടിയുമായിട്ട് വന്നാൽ മണ്ണ് വെട്ടി ഓരോ കൊട്ട മണ്ണ് ഈ കുതിരയുടെ മുകളിലേക്ക് ഇടും. ഓരോ മണ്ണ് വീഴുമ്പോഴും കുതിര അവിടെ നിന്ന് കുടയും. ഒന്ന് കുടയും, വേറൊന്നും ചെയ്തില്ല, ഒന്ന് കുടയും. ആ പുസ്തകത്തിൽ എഴുതി എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞ്, നിഷ്പ്രയാസമായിട്ട് കയറി വരാൻ തക്കവണ്ണം ആ കുഴി മൂടുന്നത് വരെ അവൻ കുടഞ്ഞോണ്ടിരുന്നു. കഴിഞ്ഞ 4 രാത്രിയിലും പകലും നീ അറിയാതെ ആത്മാവിൽ കുടയുകയാണ്. ചില പൈസ കൂടിക്കളയാൻ സൈൻ ചെയ്ത മേഖലകളെ രാത്രി ഈ ആത്മശക്തിയിൽ കുടഞ്ഞ പുറത്തു വരിക. ഇതിന്റെ പേരെ ആത്മശക്തി എന്ന് പറയുന്നു. ആ ശബ്ദം അല്ലെങ്കിൽ ആ ഭാഷയുടെ ധ്വനി കൊണ്ടല്ല പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിൽ ഒരിക്കൽ ഒരു അമ്മച്ചി ഇസ്രായേൽ സഭ ഒരു വലിയ പ്രശ്നത്തിലാകുന്നു എന്ന് അറിഞ്ഞു. അവർക്ക് സ്വന്തമായി യുദ്ധം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് മുഴങ്കാൽ മടക്കി. അതുപോലെ അമ്മച്ചിയുടെ പേര് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ളത്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുഞ്ഞുങ്ങൾക്ക് എന്റെ അർത്ഥം അറിയത്തില്ല. മലയാളം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്ന് വർഗീയത്താൽ സൂര്യവർഗീയത്താൽ കുതിരക്കുളമ്പുകൾ കഠിനം. എന്തുവാ അടുപ്പിച്ച് പറഞ്ഞ ഒരു അന്യഭാഷ പറഞ്ഞു പോകുന്നു. ശരിയാണ്.
കീബോർഡ് കൂടെ താളത്തിലിട്ട് കൊടുത്താൽ സൂപ്പറായിട്ട് കൊടുക്കും. പക്ഷേ അതൊരു ആത്മീയ മർമ്മമാണ്. യേശുവിന്റെ നാമത്തിൽ എന്താ അതിന്റെ അർത്ഥം? നാം ഇന്ന് രാത്രി വാളകം ദൈവസഭയിൽ നിന്ന് ആത്മാവിനെ ആരാധിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. സ്വർഗത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ദൂതന്മാർക്ക് ഇന്ന് രാത്രി അവരുടെ വേഷത്തിൽ വന്നാൽ ഇവർക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇങ്ങനെ പാടി അതുപോലെ പാടുന്നവരാ. സ്വതന്ത്രം അത്രയും പറ്റിയല്ല എങ്കിലും പാട്ടുകാരൻ ഇങ്ങനെ പാടിയത് ദൂതർക്കും കൂടെ അവകാശം ഇങ്ങനെ പാടി 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 നാം പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നെങ്കിലും അതിനെ അർത്ഥമറിയത്തില്ല. ദൂതന്മാർക്കുള്ള അവകാശത്തെക്കാൾ ഇന്ന് രാത്രി പുത്രത്വത്തിന്റെ അവകാശത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അവകാശം ശ്രേഷ്ഠമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇന്ന് രാത്രി. ഇതിന്റെ മുകളിലുള്ള നക്ഷത്രമണ്ഡലങ്ങളിൽ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്ന താഴെ വാളകം ദൈവസഭയിലെ പാസ്റ്റർ സാം ബെഞ്ചമിനും ഹല്ലേലൂയ അവിടെയുള്ള ദൈവങ്ങൾ ഉപവസിക്കുന്നു. ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്ത നിലയിലുള്ള വ്യവസായമാണ്. ഞങ്ങൾ ഒരു കാര്യം അനുവദിക്കണം. ഈ നക്ഷത്രമണ്ഡലത്തിൽ നൃത്തം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കണം. നിന്റെ ആരാധന ശബ്ദം കേട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തേക്ക് ഉറക്കം പോകുകയായിരിക്കാതെ യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിലും അഞ്ചാമത്തെ രാത്രിയിലും നിന്റെ വിഷയം ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ദൈവസഭയുടെ പാസ്റ്റർ പോലും വേണ്ടുന്ന വിധത്തിൽ അറിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ആ വിഷയത്തിൽ ചാടി ഇറങ്ങി ആ വിഷയത്തിലേക്ക് രാത്രി ഇടപെട്ടിട്ട് ഞാൻ വിടുതലിനുള്ള വിശ്വസിക്കുകയോ ഒന്നും എടുത്തു വെട്ടിയ വാള പിടിച്ചു വെട്ടാനുള്ള കപ്പാസിറ്റി എനിക്കറിയില്ല. ഞാനൊരു സാധുവായ സ്ത്രീയാണ്. എനിക്കൊരു കാര്യം അറിയാം, മുഴങ്കാൽ മടക്കാൻ അറിയാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ പറയുക, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ഹല്ലേലൂയ ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവരെ ക്രമീകരിക്കുന്ന വെളിപ്പാടുകൾ കാണുകയാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ദൂതസഞ്ചയത്തോടുള്ള എന്റെ ദാസി ഒരു പ്രത്യേക വിഷയത്തിലാണ്. അതുകൊണ്ട് ഇപ്പൊ നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് നൃത്തം ചെയ്യാതെ എന്റെ ദാസി അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഇറങ്ങിക്കോളാം. ആ വെളിപ്പാടുകളുടെ രാത്രി ദൈവമക്കൾക്ക് യേശുവിന്റെ നാമത്തിൽ ഒരു രസകരമായ സംഭവം, ഒരു അതിശയകരമായ സംഭവം കൂടെ പറയാം. ഞാൻ ജനിച്ചു വളർന്നത് ഇടവണ്ണാണ്. എന്റെ മാതൃസഭ ഇടവണ്ണ ദൈവസഭ. ചെറിയാൻ ഞങ്ങളുടെ വാത്സല്യ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടം ദൂതന്മാരുടെ അധികാരവും ദൈവമക്കളുടെ അവകാശം എന്നുള്ള വിഷയം പഠിപ്പിക്കുന്ന കാലഘട്ടം. ഞാൻ 6ാം ക്ലാസ് 7ലും പഠിക്കുന്ന കാലം. അന്ന് കേട്ട ദൈവത്തിന്റെ മക്കൾ ഇന്നും എന്റെ ഉള്ളിൽ നല്ലപോലെ ഹൃദിഷ്ടമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ വന്നതിന് പേരിൽ അലക്ഷ്യമായിരിക്കാതെ ഉപദേശിക്കപ്പെട്ടന്മാരെ പ്രസംഗിക്കുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എന്നെ അപ്പോഴും കൃഷിക്കാരൻ നിങ്ങൾക്ക് നാട്ടിലൊന്നും തിരക്കറിയാം. കൃഷിക്കാരൻ ഏകദേശം എന്നോളം വരുമ്പോൾ ഒരു വലിയ പൂമ്പാല കുഴച്ച് കായെല്ലാം നല്ല ഭംഗിയായി റെഡിയായി വരുന്ന സമയം അപ്പൊ സന്തോഷിച്ചിട്ട് പറഞ്ഞു, ഇത് ആദ്യഫലത്തിന് ഒന്നുകിൽ ആദ്യഫലത്തിന് ലേലം വിളിക്കണം, അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിങ്ങിന് ദൈവമക്കൾക്ക് വരുമ്പോൾ അതങ്ങനെ സമ്പ്രദായം ഇന്ന് കമ്മിറ്റിയിലെ ഇത് ഏതെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് വളരെ ആഗ്രഹിച്ച എല്ലാ ദിവസവും നിന്ന് കൊലയൊക്കെ നോക്കി സ്തോത്രം പറയും. പാസ്റ്റർ ക്ലാസ്സിന് വേണ്ടി വൈകിട്ട് ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളെല്ലാവരും കൂടെ പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വളർത്തുന്നതായി
ദേഹത്ത് ചോര ഒലിപ്പിച്ച് ഞങ്ങളുടെ ഇടയിൽ വന്ന് ബഹളമുണ്ടാക്കിയിട്ട് കൊല നിങ്ങളെ വരെ ഓടും. പട്ടി സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് വെട്ടിയ പാട് പട്ടി നോക്കി കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ വരെ ഓടും. ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ വാഴപ്പഴ വെട്ടിയിരിക്കുന്നു. അപ്പനടുക്കൽ ചെല്ലുമ്പോൾ ഈ പട്ടി ഒരു വെട്ടുകത്തി വാങ്ങിയിട്ടുണ്ട്. ആരെ ഒരു ചെരുപ്പ് കിടപ്പുണ്ട്, ഒരു തോർത്ത് അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം നായി പിടിച്ച് മരിച്ചതാ. പക്ഷെ കൊല മരിക്കാൻ പറ്റിയില്ല. കൊല കൊണ്ട് നാട്ടുകാർക്ക് അന്ന് പഠിപ്പിച്ചത് ദൂതന്മാരുടെ അധികാരവും ദൈവജനത്തിന്മേലുള്ള അവകാശവും. വാഴക്കൊലയുടെ കഥ പറയുകയല്ല. ഇന്ന് രാത്രി ചില വർഷങ്ങളായി സാത്താൻ അപകരിഞ്ഞത് തിരിച്ചു വെക്കാൻ അഭിഷക്തദാസന്മാർ അധികാരത്തോടെ കൽപ്പിക്കുന്ന ദൈവനിയോഗമാണ് ഇന്ന് രാത്രി പറയുന്നത്. അമ്മ പറഞ്ഞ അച്ഛാൻ പേടിക്കുന്ന അച്ഛാൻ ഭാരപ്പെടാന്നേ. ദൈവമക്കൾക്ക് വേണ്ടി നിവേദിച്ച സാധനമല്ലയോ, അതിന് ഉത്തരവാദി ദൈവമാണ്. പായിട്ടോ ഞങ്ങളുടെ വീട്ടിൽ കൈമണി ചിന്തിത് കിളിക്കൻ എന്ന് പറഞ്ഞ ഇത്യാദി സാധനങ്ങൾ ഡ്രമ്മെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ലാബുകളിൽ വന്നിട്ട് അതിന് അടക്കൊണ്ടാക്കാതിരിക്കാൻ മക്കള് അടിച്ചു പാടാൻ വേണ്ടിയാ. സ്തോത്രം ഹല്ലേലൂയ. 5 ആൺപിള്ളേരും 4 പെൺപിള്ളേരും കൂടെ ഇതെല്ലാം കൊണ്ടെടുത്ത പാട്ട് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ചു. സ്തോത്രം ഹല്ലേലൂയ. ആ ആരാധനയ്ക്കകത്ത് ഒരു നിമിഷം പോലും കൊല നടന്നു തിരിച്ചു പറഞ്ഞിട്ടില്ല യേശുവിന്റെ നാമത്തിൽ. എന്നാൽ അന്ന് രാത്രി കൊലയടിച്ചോണ്ട് പോയ ആശാന്മാരുടെ ഇടയിൽ കമ്മിറ്റിക്കകത്ത് ഒരു ചെറിയ നാട്ടിലെ ചില കാര്യത്തിലാകാൻ പറയാൻ വിശ്വസിക്കുന്നത് നിന്റെ പേരിൽ യേശുവിന്റെ നാമത്തിൽ. ഒരുത്തം പറഞ്ഞടാ ഞാൻ ലൈറ്റ് അടിച്ചു തന്നത്, അതുകൊണ്ട് അടിപ്പടല എനിക്ക് വേണം. സ്വന്തം മറ്റോ പറഞ്ഞു ഞാൻ ആ പട്ടിയെ വെട്ടിയത്, അതുകൊണ്ട് അടിപ്പടല എനിക്ക് വേണം. മറ്റോ പറഞ്ഞു ഞാൻ ആ അച്ചായന്റെ ഒരു നോക്കിക്കൊണ്ട് നിന്നത്, അതുകൊണ്ട് അടിപ്പടല എനിക്ക് വേണം. സ്വന്തം മറ്റോ പറഞ്ഞു ഞാൻ ആ കൊല തുങ്ങിയത്, അതുകൊണ്ട് അടിപ്പടല എനിക്ക് വേണം. 4 അമ്മമാർക്കും അടിപ്പടല വേണം. വാഴയ്ക്കൊരു അടിപ്പടല ഉള്ളതാണ്. സ്വന്തം അവസാനം 2 ദിവസമായിട്ട് കമ്മിറ്റി തീരുമാനമായിട്ടില്ല. ഒരുത്തോ പറഞ്ഞ് തീരുമാനമാകുന്നതുവരെ കൊല ഒരു വനാമേ സ്വന്തം കയറിയ ഒരു തോട്ടത്തിന്റെ കാലക്കുഴിയിലിരിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് തീരുമാനമായിട്ടില്ല. പിറ്റേന്ന് രാവിലെ ചെന്ന് പാസ്പോർട്ട് പറഞ്ഞു, പാസ്പോർട്ട് ഒന്നും സംഭവിക്കുന്നില്ല, പഴുത്ത കൊലയായിട്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് രാത്രി ഞഞ്ഞാകുഞ്ഞ പറയാനല്ല പരിശുദ്ധമാണ്. ഞാൻ അവരെ സേവിക്കുന്നു എന്നായിരിക്കും അവൻ എന്റെ ഉപവിധി. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വർഷങ്ങളായി തലമുറകളുടെ വേർപാട് നടക്കുന്ന ചില പൈസകളുടെ കൂട്ടുകെട്ടുകളെ ഞായറാഴ്ച സഹായം കഴിഞ്ഞു, തിങ്കളാഴ്ച കഴിഞ്ഞു. കമ്മിറ്റിയിൽ ഒരു തീരുമാനമായിട്ടില്ല. ചൊവ്വാഴ്ച രാത്രി കമ്മിറ്റിക്കാരും അനങ്ങാത്തത് കൊണ്ട് ഇനി ഞാനിത് പാപ്പറ്റാനോട് പോയി. അത് പേടിച്ചിട്ട് ഒരു വിദ്വാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ എഴുത്തൂടിന്റെ സൈഡിൽ ഇത് കൊണ്ടൊന്ന് കുത്തിച്ചാടി നിർത്തി. സ്വന്തം അപ്പൻ രാവിലെ പ്രഭാതത്തിൽ പശുവിനെ കിടക്കാൻ എഴുന്നേറ്റ് വരുമ്പോൾ കൊല ജീവിച്ചോട് നിൽക്കുന്നു. ചെറിയ സാധ്യത ദൈവജനങ്ങളെ സൽക്കരിച്ച് അപ്പൻ വിട്ട ചരിത്രം എനിക്ക്.
യേശു പറഞ്ഞു, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ അടുക്കള. മറിയമാര് കല്ലറയിലോട്ട് പോയപ്പോൾ പറഞ്ഞൊരു വാക്ക് നമുക്ക് നല്ല സുപരിചിതമാണ്. നമുക്ക് വേണ്ടിയാ ഈ കല്ല്. ചോദിക്കുന്നു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, വെള്ളം കുടിക്കാൻ. യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ മുകളിൽ കല്ല് കെട്ടിവെച്ചതായ നിങ്ങളെ വളരെ ക്ലിയറായി പറഞ്ഞു. വാടകത്തും പരിസരത്തും റോമൻ പടയാളികളോ അവരുടെ അണിയന്മാരോ ഇല്ലാത്തത് കൊണ്ട് നാം രക്ഷപ്പെട്ടു. പടയാളികൾക്ക് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56-ാം വാക്യം എടുക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, യോസഫ് താൻ തനിക്ക് വെട്ടിയ കല്ലറയിൽ യേശുവിന്റെ ശരീരം ഒരു നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. എന്നിട്ട് താൻ തന്നെ ഒരു കല്ല്. പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ടായി പറയാൻ അമ്മക്ക് തന്നെ നമ്മൾ പറയുന്ന മൊത്തം. പക്ഷെ പടയാളികളുമായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷെ അതിനകത്ത് ഒരു മർമ്മമുണ്ട്, ഒരു ദൂത് കിടപ്പുണ്ട്. ഈ സ്ത്രീകൾ പറഞ്ഞ കല്ലിന്റെ ഭാരമല്ല. നിങ്ങളാരും പഠിക്കാതിരിക്കാൻ ഒരു ഉദാഹരണം ചെയ്ത് പറയാം. എന്റെ മുന്നിലൊക്കെ കൂന്താലിയും മമ്മട്ടിയും പിടിക്കുന്നത് പുരുഷന്മാരാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ രാവിലെ തൊഴിലുറപ്പിന്റെ സൗകര്യമായി നിൽക്കുന്നു. നിങ്ങൾ മാത്രം മമ്മട്ടി പിടിക്കുന്നതോ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞ് പിടിക്കും. പക്ഷെ ഒരു തെങ്ങിന്റെ ചൂട് മാത്രം 15 ദിവസം കൊടുക്കുന്നത് അറിയാതാണ്. എന്നാൽ പിടിച്ചല്ലോ. അപ്പൊ വെയിറ്റ് എന്ന വിഷയം ഒരു പുരുഷന് ഒറ്റയ്ക്ക് ഉരുട്ടി വച്ചതിനെ വേണമെങ്കിൽ ഈ അമ്മാവന്മാർക്ക് പ്രത്യേകിച്ച് ചുമ്മാ വന്നതല്ല, നസ്രയനായ യേശുവിന്റെ ശരീരം ധാരാളമല്ല. ആ വാഞ്ചോട് വേണമെങ്കിൽ ഒന്ന് തള്ളി മാറ്റാം. പക്ഷെ 2 സംഗതികൾ അതിന് പുറകിൽ കിടപ്പുണ്ട്. ഒന്നാമത് ഒരു സംഗതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദേവദാസന്മാർ മാറി മാറി പറഞ്ഞതാ. അതിനേക്കാൾ വലിയ ഗംഭീരമായ കാര്യം പറയാം. അത് ഇന്ന് രാത്രി ദേശത്തോട് ദൈവസഭകളോട് ഉള്ള ദൈവത്തിന്റെ ദൂരമാണ്. ഈ സഹോദരിമാർക്ക് ഇസ്രായേലിന്റെ കൾച്ചർ അതുപോലെ അറിയാം. ഇത് ഒരുവന്റെ സ്വന്തമായ കല്ലറത്തോട്ടമാണ്. അവിടെ ഒരുവൻ കയറണമെങ്കിൽ അവന്റെ അധികാരിയുടെ അവകാശം വേണം, യോസഫിന്റെ അനുവാദം വേണം. ഇവിടെ ഇപ്പോൾ അനുവാദം മേടിച്ചിട്ടില്ല. ഒരു ദൂതിലേക്ക് പരിശുദ്ധ വേഗത്തിൽ പ്രവേശിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവരെ ഇപ്പോൾ അധികാരം മേടിച്ചിട്ടില്ല, അനുവാദം മേടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യോസഫിന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ആ കല്ല് ഉരുട്ടാൻ പറ്റത്തില്ല. അതാ മറിയ ചോദിക്കുന്നത്, നമുക്ക് വേണ്ടി ആരും നീക്കുമ്പോൾ ചെയ്ത് ആരായത് നീക്കുന്നതെന്ന്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശമാണ്. നിനക്കിത് നീക്കാൻ പറ്റത്തില്ലെന്ന് വാദിക്കുന്ന ഏതെങ്കിലും ദുരവകാശത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആത്മാവിനെ ആഗ്രഹിക്കുന്നതിനെ തടയാൻ ഏതെങ്കിലും വ്യാപാര ശക്തി ഞങ്ങൾ അഭിഷേകന്മാർ ചേർന്ന് ഇന്ന് രാത്രി പ്രഖ്യാപിക്കുകയാണ്. നിന്റെ അനുവാദം വേണ്ട. ഇന്ന് രാത്രി ചിലരെ കാണാൻ ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. ചിലരെ അകത്തളത്തിലേക്ക് അയക്കുന്ന ഒരു വെളിപ്പാടിന്റെ ഈ സ്കൂട്ടറിലും ബൈക്കിലും പോകുമ്പോൾ യൗവനക്കാരായിട്ട് നിങ്ങൾ കൈ കാണിക്കുമ്പോൾ കേൾക്കുന്നൊരു പതിവാണ്. നിങ്ങൾ വിശ്വസിക്കാറില്ലെങ്കിൽ അങ്ങനെ ഏഷ്യാനെറ്റിൽ പരിപാടിയുണ്ട്. അതല്ല, 350-ലധികം യൗവനക്കാരെ ഞാൻ പിന്തുടർന്ന സുവിശേഷം പറഞ്ഞു വിശ്വാസത്തിൽ വന്നു. നമ്മുടെ ഇടയിൽ 350 കുത്തൊക്കെ കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാക്കളാണ്. യേശു പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരാണ്. പിടികിട്ടാപ്പുള്ളികളെ പിടിക്കാനല്ല അഭിഷേകന്മാർ തന്നിരിക്കുന്നത്. അഭിഷേകത്തിലേക്ക് വരുന്നില്ല, അതല്ലല്ലോ ഇന്നത്തെ എന്റെ ചിന്ത. അപ്പം ഈ ഏകാമരായിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ വിശ്വാസത്തോടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പിള്ളേർ ചെയ്തുകൊണ്ട് പിള്ളേരെ കേട്ടിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ളവരെ വെച്ച് ഇനി തറയിട്ട് ഞാനും കൂടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ്. ചാടി കൊടുത്തു.
കേൾക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു സന്തോഷത്തിൽ കയറുന്നതൊന്നുമല്ല, അന്നേരം തുടങ്ങി പരിപാടി. നാളെ പുനലൂരിൽ നിന്ന് എഴുതാൻ കയറിയതാ. എങ്ങോട്ടാണ്? നമ്മളെ കൊല്ലത്തോട്ട് പോവാ. കൊല്ലത്തോട്ടാണല്ലേ? നമ്മളെ പോണത്തോടാ. എനിക്ക് കളപ്പാക്കട ഇറങ്ങണം. നമ്മൾ ഗണപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ പരിപാടി തുടങ്ങി. സ്വന്തം അവൻ പറയാ, എനിക്ക് അപ്പുറത്തെ പൊട്ടവട്ടം നിൽക്കുന്ന ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ല, യേശുവിന്റെ നാമത്തിൽ ജയം. സുവിശേഷം ജനിക്കുന്നവന്റെ നമ്പർ മേടിക്കുവാൻ പിന്തുടരുക. ഇങ്ങനെ പോകുന്ന സമയം ഈ ഏഴാമ വന്നതിന് ശേഷം നിർത്താറായി. കാരണം ആരെയും പറ്റിയിട്ട് വന്നുകൊണ്ട് ഇനി അടയ്ക്കാൻ വയ്യാന്ന് വിചാരിച്ച് ആ പരിപാടി നിർത്തി. അപ്പൊ അതുകൊണ്ട് ചില പിള്ളേന്മാരെന്ത് ചെയ്യുന്നറിയുമോ, കയ്യിൽ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് കാണിക്കും. സ്വന്തം. അപ്പൊ ഞാൻ വീണ്ടും പരിപാടി തുടങ്ങി. കഴിഞ്ഞ ഒരു മാസത്തിനകത്തേ ആയുള്ളൂ. പുനലൂരിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അമ്പലത്തിക്കാടാണെന്ന് തോന്നുന്നു. ആ സ്ഥലത്ത് വെച്ച് ഒരു യൗവനക്കാരൻ കുറച്ചും സുഖനായ പയ്യൻ ചിരിച്ചോണ്ട് കാണിച്ചു, കൈ കാണിച്ചു. ഞാൻ അവനെ ഹെൽമെറ്റ് കാണിച്ചു, ഇല്ലല്ലോ. ഉടനെ അവൻ ഇപ്പോഴത്തെ കയ്യിൽ നിന്ന് വീശി കഴിച്ചു. വണ്ടി അങ്ങോട്ട് മാറ്റുന്നു. സ്തോത്രം. ചാടി കയറി മോനെ കൊണ്ട് പോകാൻ വിളിച്ചു. പറഞ്ഞ എനിക്ക് കൊല്ലം സൈഡിലോട്ട് പോകാൻ. സ്തോത്രം. ഇങ്ങോട്ട് വരെയുണ്ട്. ഞാൻ കാര്യം പറഞ്ഞു. അല്ല, അല്പം ഞാൻ ശാന്തമായി പേര് ചോദിച്ചു. അവൻ്റെ പേര് ആരായിരുന്നു? ഞാൻ കച്ചോടിക്കപ്പള്ളിയാണ്. സോറി. ഓക്കെ, ഞാൻ നല്ല പേരാട്ടോ, നല്ല അനുഗ്രഹിക്കപ്പെട്ട പേരാ. വണ്ടി നല്ല സ്പീഡായതുകൊണ്ടും കാറ്റ് ശക്തമായതുകൊണ്ടും ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കായിരുന്നു. ഉടനെ വണ്ടി അല്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, മരണം ഒരിക്കലും ആർക്കും പരിഹാരം. ഇതായിട്ട് ഞാൻ രാത്രി ആരംഭത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ മേൽ ഒരു നിയോഗത്തിന്റെ നിഷ്കളങ്കമായ ആത്മാർത്ഥതയോടെയാണ് ഇന്ന് രാത്രി ശുശ്രൂഷ നിർവഹിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇനി ദാരിദ്ര്യം അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലരുടെ ലക്ഷണങ്ങളെ അടിച്ച് കുമാരങ്ങൾ പ്രാപിച്ച പോലെ യാക്കോബിനെ വെളിപ്പാട് പോലെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ശബ്ദം ക്ലിയർ ആയി കഴിഞ്ഞ് എനിക്ക് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചനോട് പറഞ്ഞു, മരണം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ലേ. അവനോട് എന്താ അങ്ങനെ പറയുന്നതാണ്? ഞാൻ അറിയില്ല, പക്ഷെ മരണം ഒന്നിനും പരിഹാരമല്ലല്ലേ. 2 നിമിഷം കഴിയുമ്പോൾ അവനെ തൊടയിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, പ്ലീസ് എങ്ങനെ വണ്ടി ഒന്ന് സൈഡിലോട് നിർത്താം, നമ്മൾ ഇറങ്ങിപ്പോവാനെന്താ? അല്ലല്ല, വണ്ടി നിർത്തി. കുണ്ടറ പള്ളിമുക്കിന് ഇപ്പുറത്തെ സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു മരത്തിന്റെ ചുമട്ടിൽ വണ്ടി നിർത്തി. ചങ്കില് ഹെൽമെറ്റ് നൂലാണ്. അവന് മൂടി. എനിക്ക് എന്താ വിഷയം? എങ്കിലും 3 പ്രാവശ്യം ശബ്ദം പറഞ്ഞു എന്നെ അസ്വസ്ഥപ്പെടുത്തി. ഈ ശബ്ദം തിരിച്ചറിയുന്ന ജീവിതങ്ങൾ ആത്മാവിൽ സ്പർശിക്കപ്പെടുന്ന ഞങ്ങൾക്ക് എന്താ പറയുന്നത് വിഷയം പറഞ്ഞു. സൈക്കാട്രിസ്റ്റാണോ സൈക്കോളജിസ്റ്റാണോ എന്താ കാര്യം? എന്റെ മുഖം കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ പറയാൻ കാരണം? ഞാൻ പറഞ്ഞില്ല മോനെ, ഞാൻ ശബ്ദം തിരിച്ചറിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധമ്മ പറഞ്ഞു, അവനോട് പറയാൻ മനസ്സിലാകത്തില്ലല്ലോ. ഒരു ശബ്ദം തിരിച്ചറിഞ്ഞു, മരണം ഒന്നിനും പരിഹാരമല്ലെന്ന്. അവൻ എന്റെ തോടലിൽ ഇറുക്കി പിടിച്ചിട്ട് കണ്ണുകൾ ചൂടുകൾ വരച്ചിട്ട് കാര്യം പറഞ്ഞു. ആരോ അവനോട് പറഞ്ഞു വെക്കണോ? ഹാലങ്ങളെ അവൻ വളരെ ഈസിയായി ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ 2-3 ആഴ്ചയായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതുവരെ ഒരു പോംവഴി കിട്ടിയിട്ടില്ല. മരിക്കാനുള്ള വഴി കണ്ടുപിടിച്ചു, പക്ഷേ എന്റെ അമ്മയും അപ്പനും ഇത് ആത്മഹത്യയാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ മരിക്കാൻ ഞാൻ സെർച്ച് ചെയ്യുക. ഞാനൊരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ്, പക്ഷെ സെർച്ചിങ് നടക്കുകയ. ഞാൻ എന്റെ പശ്ചാത്തലം ചോദിച്ചു. ഒരു ആകസ്മിക സംഭവത്തിൽ എന്റെ മാതാപിതാ, എന്റെ പപ്പായും മമ്മിയും ഒരു വലിയ ആഗനിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. വസ്തുവകളെല്ലാം പോകും, സകലതും നഷ്ടപ്പെട്ടു. എന്റെ പപ്പ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്റെ മമ്മിയോട് പറഞ്ഞു കേട്ടു, കുഞ്ഞുങ്ങൾ അറിയാതെ നാം കടന്നു പോകുന്നതായിരിക്കും ബെസ്റ്റെന്ന്. എന്റെ പപ്പായുടെ മമ്മിയുടെ മുമ്പിൽ അവരുടെ മരണത്തിന് മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. അവരുടെ മൃഗശരീരം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഈസി ആയിട്ടുള്ള മരണത്തെ ഞാൻ ചുമതല ചെയ്യാൻ പോകുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങളുടെ പ്രസ്താവന, മരണം ഒന്നിനും പരിഹാരമല്ല. തിരിച്ചു പിടിച്ചുകൊണ്ട് അതിനകത്തുള്ള രക്ഷയ്ക്കായി കാണിച്ചിരിക്കുക.
അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ കച്ചവടിക്കരുത് സാരമില്ല, ഞാൻ എൻ്റെ പപ്പയുണ്ട്, എന്റെ വീട്ടിൽ നിന്ന് വരാറ് പണ്ടേ തിരിച്ചു മാന്ത്രികളുള്ള അവനെ വീട്ടിൽ ചെന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചു, ഞാൻ രണ്ടെണ്ണെ കണ്ടു, എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരികയായിട്ട് നിങ്ങൾ ധൈര്യമായിരിക്കൂ. സ്വതം മണക്കാലക്കാരിയാണ് അമ്മ. സ്വതം അവർ ബന്ധുക്കോസുകാരെയൊക്കെ നല്ലപോലെ കണ്ടിട്ടുള്ളതാ. അവർ ഭർത്താവിനോട് പറഞ്ഞത് വേറെ ആരുമല്ല, വലിയ ഒരു ഉപദേശിക്കാന്ന് പറഞ്ഞു. സ്വതം യേശുവിന്റെ നാമത്തിൽ വാതിലടയ്ക്കുന്ന ദുഷ്ടവ്യാപാരമേ ഞാൻ 1.5 മണിക്കൂർ ആ വീട്ടിൽ നിന്ന് ശാന്തമായ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണത്തിന്റെ കയറുകളെ അറുത്തു മാറ്റുന്ന വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ ചെറിയ കൂടാരത്തിൽ അവർ കുടുംബമായി വന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രി വാളകത്തെ ഭരിക്കുന്ന ദുരാത്മാവേ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകുന്നത് സന്തോഷമാണെങ്കിലും നമ്മളൊക്കെ പല സിറ്റുവേഷൻസ് എല്ലാം സന്തോഷിതമായി പരിശുദ്ധമാം ചെയ്യുന്ന പ്രാർത്ഥന. പകൽ നാം ധ്യാനിക്കുന്നത് ലബാനോനിലേക്ക് മറ്റേക്കുറിച്ച്, ലബാനോന്റെ പ്രത്യേകതയെ കുറിച്ച്. പരിശുദ്ധമ്മ കൊണ്ട് നിർത്തിയത് ലബാനോനിൽ ഒരു വയലുണ്ട്, വയലിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് 5ാം രാത്രിയാണ്. അതെ, 5ാമത്തെ പകൽ ദൈവം പറഞ്ഞു, സൃഷ്ടിയോട് പറഞ്ഞു, ജലജന്തുക്കൾ ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ദൈവത്തിനെ അങ്ങോട്ട് തൃപ്തിയാകാനിട്ട് വീണ്ടും പറഞ്ഞു, വലിയ തിമിംഗലങ്ങൾ ഉണ്ടാകട്ടെ. ദൈവസഭയ്ക്കകത്ത് 2 ഊപ്പമിനെ തരുന്ന ദൈവമല്ല, ചില വമ്പന്മാരെ വാളകം ദൈവസഭയ്ക്കകത്ത് ദൂരദേശത്ത് ഒഴുകി വരുന്ന തണുത്ത വെള്ളം യേശുവിന്റെ നാമത്തിൽ ആത്മീയ ശിശുവിനെ തടയുന്ന എല്ലാ പോരുകളും രാത്രിയായിട്ട് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മുത്തോളം പോരാ, അരയോളം പോരാ, നീങ്ങിയിട്ടല്ലാതെ ഇത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ആത്മാർത്ഥം വരെ ഉണ്ടായിരുന്നു കൂടെ പറ്റി. എന്താ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിയ? നിങ്ങളൊക്കെ സഹോദരന്മാരൊക്കെ 2018 ഫ്രണ്ടില് ഒരു പക്ഷേ രക്ഷാപ്രവർത്തനത്തിലൊക്കെ പോയി കാണാം. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചുകളുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ പാസ്റ്ററാണ്. അപ്പം ഞങ്ങളും അവിടുന്ന് പോയി. എനിക്ക് ചിരി വന്ന ഒരു സംഭവം പറയാം. ചേപ്പാട് സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ ഒരു വീടിന്റെ ഗേറ്റ് കഴിഞ്ഞു, മതിൽ കഴിഞ്ഞു, പറമ്പ് കഴിഞ്ഞു, ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു, സെക്കൻഡ് ഫ്ലോറിലേക്ക് വെള്ളം കയറി കഴിഞ്ഞു. അപ്പൊ ആ വെള്ളത്തിൽ പൊങ്ങിയ ഒരു ബോർഡ് എന്റെ കൂടെ വണ്ടി ഓടിച്ചു വന്ന സഞ്ജു എന്നെ പൊക്കി കാണിച്ചു. അപ്പം അതിൽ എഴുതിയിരിക്കുന്നു, അനാവശ്യമായി ആരും ഗേറ്റിന് മുമ്പിൽ കൂട്ടം കൂടി നിൽക്കരുത്. നല്ല സുഖകാലത്ത് എഴുതി വെച്ചതാ. അത്താൻ ഗോവിന്ദൻ പണിഞ്ഞ ആ ഗേറ്റിന്റെ പ്രശംസയിൽ അതേ തൂക്കിയത. അനാവശ്യമായി ആരും ഈ ഗേറ്റിന്റെ പമ്പാതി പൊങ്ങി 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 കയറി വന്നപ്പം ഗേറ്റും കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറും കഴിഞ്ഞ് സെക്കൻഡ് ഫ്ലോറും കഴിഞ്ഞ് ടെറസിന്റെ മേളിൽ കയറിയിരിക്കുന്ന സകല പുള്ളികളെയും പൊക്കാൻ കൊല്ലത്തോട് മുക്കോന്മാർ കൂടി ആ ഗേറ്റ്. ഇതാ ആത്മാതി പൊങ്ങിയാലുള്ള
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോൾ ഈ ധൈര്യമാണെങ്കിൽ പോരാ. അമ്മാമ്മമാരെയും വീട്ടുകാരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടെ പിടിപ്പിക്കും. കാലിന് മേളിൽ വരെ വെള്ളം ഉണ്ടെങ്കിൽ സഹോദരന്മാർ പറയും സൂക്ഷിച്ചോണം കേട്ടോ, ബാലൻസ് പോകാൻ ചിലപ്പോൾ സാധ്യതകളുണ്ട്. അമ്മാമ്മമാർക്ക് അതിനേക്കാൾ ബാലൻസ് ഉള്ളത് കൊണ്ട് അവർ നല്ല ക്ലിയറായിട്ട് പോകേ വരും യേശുവിന്റെ നാമത്തിൽ. പക്ഷേ നെഞ്ചിന് മുകളിൽ ആ വെള്ളമെങ്കിൽ വെള്ളം പറയും നിന്റെ അഭ്യാസം ഇങ്ങോട്ട് നടക്കത്തില്ല. ഇന്നലെ വരെ നീ പോകേണ്ടിടത്തോട്ട് ഞാൻ വന്നു, എന്നാൽ ഇന്ന് പകൽ ഞാൻ പോകുന്നിടത്തോട്ട് നിന്നെ കൊണ്ടുപോകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവസഭയോട് പരിശുദ്ധമായ ചില വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ആത്മീയ പശ്ചാത്തലത്തിന്റെ സകല ആറ്റങ്ങളെ കടന്നുകൊണ്ട് പരിശുദ്ധമാരുടെ ഇന്ന് രാത്രി പെരുമാറാൻ പോകുകയാണ്. പകൽ നാം വായിച്ചിരുന്നു. ആ വാക്യത്തിലേക്ക് വരാം. അതിനോട് കൂറുപുലർത്തുക തന്നെ ചെയ്യും. വേഗത്തിൽ പരിശുദ്ധാത്മാവിൽ തന്ന ദൂതുകൾ പ്രസ്താവിച്ച് നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കണം. കൊച്ചുനാളിന്റെ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവാലയം നിങ്ങൾക്കറിയാമോ? മനുഷ്യന് മതി എന്ന് പറയുന്ന ഒരു സംഭവം എന്തുവാ? അത് പറയുന്നത് മതി. ഒരു നേരത്തെ ആകാരം പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പശ്ചാത്തലം ചിന്തിക്കും, അത് വേറെ വിഷയം. പക്ഷെ അന്നേരം മതി എന്ന് പറയുന്നത് ആകാരം. ബാക്കി ഒന്നും പോരാ. കണ്ണപ്പറ്റേ മക്കളുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഞാൻ നമ്മളെ ഉദ്ദേശിക്കുന്ന ആളുകൾ ബഹുമാന്യ ദൈവസഭയുടെ അല്ലേ, തെറ്റിദ്ധരിക്കരുത്, നാളെ വിളിക്കാതിരിക്കുന്നത് കണ്ടാൽ ഉണ്ടാവില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ പലതും ഭൗതികമല്ലയോ വിഷയം. ഞാൻ എനിക്ക് ചേപ്പാടുകാരൻ്റെ വാത്സല്യ സഹോദരന്റെ ഒരു ഔദ്യോഗിക സംഭവം ഉദ്ഘാടനം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കാൻ വിളിച്ച കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. അത് മറ്റൊന്നുമല്ല, വാഹനങ്ങൾ മറിഞ്ഞാൽ എടുത്തു കൊടുക്കപ്പെടുന്ന ഒരു പൊക്കലിംഗ് സിസ്റ്റത്തെ ആശ്രയിക്കാൻ. അപ്പൊ എന്നെ പോലെ ദൈവത്തിന്റെ ദാസന്മാർ 10-23 ദൈവത്തിന്റെ ദാസന്മാർ അവിടെ ഉണ്ട്. ഇവരെല്ലാം അനുഗ്രഹിച്ചിട്ട് ഒരു ദൂതുകളൊപ്പം ഒരു പ്രോസ്പെരിറ്റികളെ പറഞ്ഞു. അച്ഛനും തുടർന്ന് അധികം താമസിക്കാതെ ഇതുപോലെ ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. എന്റെ മാത്രം കൈ പോകിയില്ല, അസൂയ കൊണ്ടല്ല. ആര് പറയാൻ കണ്ടപ്പോഴേ തോന്നി, അസൂയ കൊണ്ടല്ല. എന്റെ ഹൃദയത്തിലൊരു ചിന്ത, അച്ഛൻ ബ്രദറിന്റെ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ചേപ്പാടുകളെ പോലെ മിക്ക പണ്ഡിതരും അറിയണം. എന്റെ വണ്ടി അവരെ ഓടിച്ചപ്പോ സഞ്ജു പ്രാർത്ഥിച്ചോടാൻ ചോദിച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ആമേൻ സ്വന്തം ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. മാത്രമേ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ പണികളും നിന്നെ കാക്കേണ്ടതിന് അവനെ കുറിച്ച് പല ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. 91 സങ്കീർത്തനം ചേർത്താ ചെറുപ്പം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് എറണാകുളത്തോട്ട് പോകുമ്പോൾ കാണാൻ ചേപ്പാട് വെച്ചൊരു തെറ്റ്. അതിന്റെ വണ്ടി ഒന്ന് സൈഡോട്ട് വലിച്ചപ്പെടാം. 23 അനുഗ്രഹിച്ച് അനുഗ്രഹത്തോടെ കിടക്കുക. മനസ്സിലാക്കുക. അനുഗ്രഹിക്കപ്പെടുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ പല പ്രാർത്ഥനകളും നമുക്കും ഗുണമില്ല, ദൈവത്തിനും ഗുണമില്ല. ഇന്ന് രാത്രി തെറ്റ് തിരുത്തിയിട്ട് ആത്മനിയോഗത്തിൽ മനുഷ്യന് തൃപ്തി വരുന്നില്ല. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് വേറെ രീതിയിലും തെറ്റിദ്ധരിക്കരുത്. പോലും വലിയ പ്രശ്നമാണ്. എന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് 2
വർഷം മുമ്പ് ഒരു ദൈവദാസി ആത്മാർത്ഥമായി എന്നോട് ദൂതായിരിക്കാം അറിയത്തില്ല, പക്ഷെ എന്നെ ആശ്രയിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ ദാസൻ ബെഞ്ചമിൻ വർഗീസിന് അധികം താമസിയാതെ ഒരു ബെൻസ് കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു, വേണ്ട. പരീക്ഷിക്കാൻ ഇടരുന്ന പറഞ്ഞർത്ഥം നിങ്ങളുടെ കൊണ്ട് കത്തിയില്ല. എന്താ കാര്യം വേണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന കാറിന്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് 10,800 രൂപ അടച്ചാൽ മതി. ആ വണ്ടി മേടിച്ചാൽ അടുത്ത വർഷം ഈ സമയത്ത് 15 ലക്ഷം രൂപ ഇൻഷുറൻസ്. പിന്നെ എന്റെ പ്രാർത്ഥന ഡിസംബർ മാസമാകാൻ പോകുന്ന ആകാശത്തിന്റെ വാതിൽ തുറക്കണമേ കർത്താവേ. ആത്മാക്കളെ നിരങ്ങണമെന്നുള്ള പ്രാർത്ഥന 15 ലക്ഷം തവണ കർത്താവേ. ഇതിനാ പിശാച് നമ്പരുമായിട്ട് ബെഞ്ചമിന്റെ അടുക്ക വന്നതിന്റെ പ്രാർത്ഥനയുടെ റൂട്ടൊന്ന് തിരിക്കാൻ. ഇന്നത്തെ എന്റെ കാറിന്റെ സൈഡ് മിറർ പോയാൽ 2,800 രൂപയാകത്തുള്ള ഹാൻഡി. പക്ഷെ അതിന്റെ സൈഡ് മിറർ പോയാൽ സ്തോത്രം ഹല്ലേലൂയ 1,85,000 രൂപ അഡ്വാൻസ് അടച്ചിട്ട് 6 മാസം കാത്തിരിക്കണം സാധനങ്ങളില്ല. എന്റെ പ്രാർത്ഥന കർത്താവേ, വരണം 1 ലക്ഷത്തി അല്ലാതെ എനിക്ക് കുടുംബസംസാരം വേണമെന്ന് ഡൈവേർട്ട് ചെയ്യാൻ കാണിക്കുന്ന എല്ലാ സാമാന്യ സിസ്റ്റങ്ങളെയും ഈ രാത്രി ആത്മാവിൽ എനിക്ക് അതിന്റെ അർത്ഥം എന്റെ ദൈവം ദാരിദ്ര്യം തരുമെന്നല്ല, നിനക്ക് വേണ്ടുന്ന സകല നന്മയും തരുകയും നിന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, പിതാക്കന്മാരെ എഴുതിയതാണ്, നമ്മൾ എഴുതിയതല്ല. ഇന്നത്തെ പാട്ടൊക്കെ പാടാൻ പറ്റും. എന്തെല്ലാം സന്തോഷമായി ഞാൻ യാത്ര. അയൽവക്കക്കാരന്റെ പട്ടി നമ്മുടെ ഒരു കോഴിയെ പിടിക്കണം, അന്നേരം അറിയാൻ പറ്റും. ആടിയതെല്ലാം ചൂടിൽ വരിക. നമ്മുടെ പിതാക്കന്മാർ ഈ ക്രൂശിന്റെ രക്ഷ നേടിയത് അവരെ ചിലത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അവർ വലിച്ചെറിഞ്ഞു. ലേഖനം അവരെ നോക്കി എഴുതി വെച്ചു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം അവരുടെ തൃപ്തരായിരിക്കണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മാനെ ഉടുപ്പാനുണ്ടെങ്കിൽ ദൈവം വെറുക്കുന്ന 2-3 പാവങ്ങളാണ്. ഒന്ന് പറയാമോ പ്ലീസ്? നിങ്ങൾക്കറിയാം, ഞാൻ പണ്ട് പറഞ്ഞപ്പോഴും ഭയങ്കര വിഷയമാണ്. അടുത്തുപോയി ദൈവം ഒരിക്കലും ക്ഷമിക്കാത്ത 3 പാവങ്ങളുണ്ട്. മനസ്സിലാക്കിച്ചോ? നമ്മളിതൊക്കെ അറിയാതെ അനുവർത്തിക്കുന്ന കാര്യം. ഒന്ന് എന്തോ അനുമാനമുണ്ട്. അതിന് ഹിന്ദിയിൽ എന്തോന്നറിയോ? അനുമാനം അത് ഇംഗ്ലീഷിലാണ് മർമറയും, ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ മർമറയും മലയാളത്തിൽ കീറുപ്പ്, ഹിന്ദിയിൽ എല്ലാം ഒരു കുടുകുടുപ്പും ഒരു കീറുപ്പുണ്ട്. ദൈവത്തിന് ഇഷ്ടമാണ്. മന്നന്മാര് കഴിക്കുന്ന മന്ന അങ്ങോട്ട് ഇട്ടുകൊടുത്തു. എന്നാ ചെയ്ത് എന്നാ ഇത് എന്നെ നമ്മളാരും കണ്ടിട്ടില്ല, എന്നാ ഇത് എന്നും പറഞ്ഞിട്ട് വായി മോശം എടുക്കട്ടെ. നമ്മൾ മക്കളെ ഇത് എന്നാ ഇത് എന്നാ ഇതെന്ന് പറഞ്ഞ് നിൽക്കാതെ നിനക്ക് വേണ്ടി തന്ന മന്ന
ഒരു ചോദിച്ചു, സ്വാമി ചോദിച്ചു, എങ്ങനെ മോശം മന്ന ഇങ്ങോട്ട് തന്നെ? അതായത് വലിയപ്പൻ പണ്ട് ഞങ്ങളെ സൽക്കരിച്ചതിന്, ദൈവത്തെ സൽക്കരിച്ചതിന് കൊച്ചുമക്കൾ കിട്ടുക. ഞാൻ ആ ഭാഗം വരുമ്പോഴേ കല്യാണത്തിന് പ്രസംഗിച്ചു, ഞാൻ ഭാഗം ഇങ്ങനെ അടർത്തി പ്രസംഗിച്ചു. ഇന്നത്തെ അബ്രഹാം, ഇന്നത്തെ സാറായി അത് മതിയായിരുന്നു പ്രശ്നം. നിങ്ങൾ ദൂത് വളരെ എന്നേക്കാൾ കൂടുതൽ വിവേചിക്കുന്നുണ്ട്. അവരുടെ മൗനം ഭരിച്ചു മനസ്സിലാക്കാം. സന്ധ്യാസമയത്ത് അബ്രഹാം വൃക്ഷത്തിന്റെ ചുവട്ടിലോട്ട് ഭാഗം 3 പുരുഷന്മാർ. ഇനി അബ്രഹാം പറഞ്ഞ വാക്കോ മലയാളം എഴുതി അത്ര രസകരമാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ കാലുകളെ കഴുകുകയും ഇതിനായിട്ട് ഭക്ഷണത്തിനായി തയ്യാറാകുകയും ഇതിനായിട്ടല്ലോ സാമ്പാർസത്തിന് രാവിലെ എന്നെ ശുശ്രൂഷിക്കാൻ ക്ഷണിച്ചു. ഞാൻ ശുശ്രൂഷിച്ചു. എനിക്ക് വന്നുടനെ കാര്യങ്ങളെല്ലാം ഉച്ചകഴിഞ്ഞ് ചെന്ന് കയറിയുടനെ ആയിട്ട് മനോഹരമായ രീതിയിൽ വിഭവങ്ങളെല്ലാം ഒരുക്കി നല്ല ഗംഭീരമായിരുന്നു. സ്വതന്ത്രിയ ഞാനത് തൃപ്തിയോടെ കഴിക്കാനും തുടങ്ങിയ ഉടനെ സാമ്പാർസ് പറയാം, കഴിച്ചോ കഴിച്ചോ, ഇതിനായിട്ടല്ലോ രാവിലെ ഉണ്ടാകാം. സ്വതന്ത്രം ചെറുക്കിൽ പ്രാർത്ഥിക്കാനുണ്ടെന്നുള്ളത് രൂപയുടെ ഞാൻ അവിടെ സ്ഥലം വിടും. ഉച്ചകഴിഞ്ഞ് ഫോൺ ഓഫ് ചെയ്ത് അതൊന്നും സംഭവിക്കാഞ്ഞത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ദൂതന്മാരുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയുക, ഇതിനായിട്ടല്ലോ. പാവങ്ങൾ എന്നിട്ടോ അവിടെ ഇരുന്നു. കാരണം അപ്രകാരനെ നല്ലപോലെ അറിയാം. ഞാൻ കല്യാണത്തിന് പറഞ്ഞ ഭാഗമാ പറഞ്ഞേ, അബ്രഹാമിന് തന്റെ ഭാര്യയെ ചൂടേറിയാണ് 100 വയസ്സുണ്ട് പച്ചമിക്ക്. പക്ഷെ അങ്ങോട്ട് ഇരുന്ന് മകളി വരഞ്ഞിട്ടില്ല, ആരും അറിയാൻ വയ്യ. നമ്മുടെ വീടിന്റെ മുമ്പിൽ കുറച്ചു നേരം കൊണ്ടിരിക്കുന്നു, ക്ഷീണാവസ്ഥ മുഖത്തുണ്ട്. നമ്മുടെ വീട്ടിൽ ഇത്രയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുക്കാതെ വിടുന്നത് നീ പെട്ടെന്ന് ഓരോ ഇടങ്ങളിൽ കുഴക്കി സ്വന്തം. ഇന്നത്തെ സാറായിരിക്കും പറഞ്ഞ് ഈ കളറിൽ പണിയൊന്നുമില്ലയോ സ്വന്തം മേലാരി ഞാൻ പറയാതെ നിങ്ങൾ വൃക്ഷത്തിന് തോട്ടിലിട്ട് പോയത് കേട്ടോ. സ്വന്തം അടുത്ത സ്ത്രീ ശക്തി അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവൻ സാറായിട്ട് കാര്യം അറിയാം. അവിടെ ഭർത്താവിന്റെ മാനം കണ്ടുപിടിച്ച ഈ പുരുഷന്മാര് സാധാരണക്കാരല്ല. സ്ത്രീ മാറ്റാൻ കഴിയില്ല. ഞാനൊരു കാര്യം അനുഗ്രഹത്തോടെ കാര്യം പറയാം, സന്തോഷത്തോടെ കാര്യം പറയാം. ആരും ഞരങ്ങി കൊടുക്കരുത് കേട്ടോ. കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കോ. അനുഗ്രഹമായി തീരാൻ കഴിയുന്ന നിലയിൽ ആത്മാവിൽ സന്തോഷമുള്ള ദൈവത്തിന് രാത്രിയിൽ അതേ വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ കൊട്ടാരമേറിയ പ്രശ്നം വ്യാപരിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഞാൻ രാത്രി അവരെ ഒതുക്കുകയാണ്. അപ്പോ വലിയപ്പൻ കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച മക്കൾ, കൊച്ചുമക്കൾ വായി നിറച്ച് കൊച്ചുമോമ്പരെ ഇറങ്ങി നിന്ന് അവന്റെ വലിപ്പത്തിലുള്ളതിനെ പിടിച്ച് കാടയെടുത്തൊരുക്കി കഴിച്ച് അവന്റെ പല്ലുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴും പറഞ്ഞു, സാരമില്ലാത്ത ആഹാരം സ്വഭാവം എന്ന് ഇതന്നാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പീർത്തവന്റെ കാഴ്ചവന്റെ സർപ്പത്തെ അയച്ചിട്ട് പറഞ്ഞതിന്റെ വാങ്ങുന്നത് നീ കാണണ്ട. ഇവിടെ കിടക്കുന്ന പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ മാനസാന്തരപ്പെടാൻ സമയം ചുമ്മാതെ പ്രവൃത്തികളെ ഒരു കാര്യമില്ല. ചില സമയം അവരെ ബാധിക്കുന്ന വിഷയമല്ല. എന്തിനാണ് 90 സംഗീതത്തിന്റെ പാട്ടിനെ പുള്ളി അത് എഴുതി വെച്ചു. ഞാൻ പുത്തൻപേരിക്കലെ ശുശ്രൂഷിക്കാൻ ഒരു ശുശ്രൂഷിക്കാൻ ചെന്നപ്പോ ബോർഡും വാക്യങ്ങളും ഒന്നും കണ്ടില്ല. ദൈവാത്മാവ് തന്നെ ദൂതമായി പ്രവേശിച്ചു. ഒരു യൗവനക്കാരൻ കൊച്ചൻ എഴുന്നേറ്റെടുത്തു. എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടിരിക്കുന്നു. അന്നേരം പഴയ ഇവിടെ പ്രസംഗിക്കാൻ
കഴിഞ്ഞിട്ടുള്ള പഴയ രീതിയിൽ മാത്രം ഡിസൈനല്ല അന്ന് ധാരണ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ശാന്ത എനിക്ക് വൈകിട്ട് ഞങ്ങളെല്ലാം എടുത്ത് തീരുമാനം. ഞാൻ എന്നോട് ചോദിച്ചു എന്താണ് സഹോദരന്റെ പേര്? യോശുവ. നാണം ചെയ്തു പിന്നെ പക്കത്തിൽ ദുരാത്മ അന്തരം കിട്ടും. രസിച്ച് കേൾക്കുന്നെങ്കിലും മേടിച്ചോണ്ട് പോകണം. ദൈവസഭയ്ക്കകത്തും ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഈ യൗവനക്കാരോട് മോനെ ജോലി എന്തുവാ? അത് ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സാണ്? സ്തോത്രം. അമ്പാനിയുമായിട്ടുള്ള ഷെയർ ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? വാർത്തകളില്ല. അടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉണക്കമീൻ കച്ചവടമാണ്. ഞാൻ അവനെ കളിയാക്കുന്നു പറഞ്ഞല്ല, ബിസിനസ് നമ്മൾ. പക്ഷെ ഇവന്റെ ഈ ദുരാത്മാവിനെ അയക്കാൻ ഞാൻ വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞ നാണമില്ല. ഏതോ ഒരു മുക്കുവൻ പിടിച്ച മീനെ വിറ്റ് ചെലവാകാതെ വന്നപ്പം അവരെ ഡ്രസ്സിന്റെ മണ്ടയിലിട്ട് ഉപ്പുവരട്ടി പുരട്ടി ഉണക്കി കോറണാക്കി നീര് കവറിനകത്താക്കി ക്ലിപ്പ് അടിച്ചിട്ട് കൊണ്ട് നടക്കുന്ന ബിസിനസ് ചെയ്യുന്നു. ഉണക്കി ബിസിനസ് നടത്തുന്ന നീയാണോ? ദൈവത്തിന്റെ എല്ലാ തിരുവഴുത്തുകളും ദൈവവിശ്വാസ്യമാകിയാൽ എന്ന പരിശുദ്ധാത്മാവിന്റെ വചനത്തിൽ പ്രസംഗിക്കരുത്. ആത്മാഭൂതം വിട്ടുപോകും. യേശുവിന്റെ നാമത്തിൽ എങ്കിലും ആർക്കും ഒരു ഇടർച്ച വരാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് ഭൂതം മാറ്റി റോമാലേഖനത്തിൽ ദാസന്മാർക്കറിയാം. റോമാലേഖനം സ്ഥാപിച്ച് പ്രസംഗിക്കണമെങ്കിൽ പഴയ നിമിത്തി വേണം. മൊത്തം യോശുവായി കൊണ്ട് വായിക്കും. പൊടിവാക്കി മുഴുവൻ എനിക്ക് വായിച്ചിരുന്ന യോശുവായ എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ? ഇന്ന് രാത്രി ആത്മീയ ശുശ്രൂഷയുടെ നടുവിൽ ഇതൊക്കെ നമ്മുടെ ഇടയിൽ ചിലവുണ്ട്. അറിയാതെ നമ്മൾ കയറി വരാം. നമ്മളെ എന്നാ കണ്ട് നീതിക്കാൻ നമ്മൾ പാടാറില്ലേ? പാടുന്ന രാവിലെ പാടില്ല. എന്നാലും ഇന്നലെ ഭൂമി ഭൂമി പാർക്കുന്ന പലരും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഈ നിങ്ങളികൾ മാനസാന്തരപ്പെടാൻ ഒരു ചാൻസ് ദൈവം കൊടുത്തിരുന്നെങ്കിൽ ലൂസിഫറിന് മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം കൊടുത്തേനുമായിരുന്നു. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു. ആത്മീയങ്ങളൊക്കെ ആ വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞ് ഈ ആത്മീയ അന്തരീക്ഷത്തെ കളയുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ഇടയിലോ ശുശ്രൂഷകന്മാരുടെ ഇടയിലോ ശുശ്രൂഷയുടെ ഇടയിലോ വിനയമല്ലാതെ നികളം ആയില്ല. മൂന്നാമത്തെ ചിന്ത ആകുല ചിന്ത. അഥവാ ആകുല ചിന്ത. നിന്റെ ഭാരം എന്റെ മേൽ. നമ്മൾ പലപ്പോഴും അമ്മച്ചിക്ക് ആരോഗ്യം കഴിയുന്നു. ദൈവത്തിനെ പുലർത്തും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ പറഞ്ഞ സമയം കളയാനില്ല. യേശുവിന്റെ നാമത്തിൽ വിടുക. യേശുവിന്റെ നാമത്തിൽ കാര്യം ഉറപ്പാണ്. കരുതുവാൻ ശക്തനായ ദൈവത്തിനാണ്. ഒരു വാങ്ങിൽ ഒന്നുകൂടെ പറയാം. തക്ക സമയത്ത് കരുതാൻ കഴിയുന്ന ദൈവത്തിനാണ്. അത് ഉറപ്പിക്കാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്ഥാപിച്ചു തരാം. നീയും ഞാനും പ്രശ്നത്തിന്റെ നടുവിലൂടെ പോകുമ്പോൾ നിന്റെയും എന്റെയും പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പേ പ്രശ്ന പരിഹാരത്തെ ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ മനസ്സിലായ ദൈവത്തിന് സ്വന്തം ചെയ്യുക.
സഖാവെ നിന്റെ വീട്ടിലെ പ്രശ്നം 3 ദിവസമേ ആയുള്ളൂ. സഖാവെ നിന്റെ തോളിലെ ദിവസവും നിന്റെ തോളിലെ ഭാരവും 3 ദിവസമേ ആയിട്ടുള്ളൂ. സഖാവെ നിന്റെ കൂടാരത്തിലെ ഞരക്കവും 3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ 3 ദിവസമല്ല, 3 വർഷം മുമ്പേ നിന്റെ പുത്രന് വേണ്ടിയുള്ള ക്രമീകരണ പദ്ധതി മലയിൽ ചെയ്തെടുത്ത പ്രശ്നപരിഹാരകരെയാണ് ഇന്ന് രാത്രിയിൽ ദൈവമായി നാം ആരാധിക്കുന്നവர்கள். പ്രത്യാശയോടെ എന്റെ ആകുല ചിന്ത, എന്റെ തലമുറയെ കുറിച്ചുള്ള ഭാരം, എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പ്രശ്നം യേശുവിന്റെ നാമത്തിൽ മാറി. യേശുവിന്റെ നാമത്തിൽ കരുതൽ നടപടി ദൈവത്തിന്റെ വകയാണ്. സത്യത്തിലാത്തതുകൊണ്ട് ഞാൻ പോകുന്നു. മാറയിൽ നിൽക്കുന്ന ദൈവജനം 3 ദിവസമായി വെള്ളം കുടിച്ചു, വെള്ളമൊന്നുമില്ല. അപ്പോ ഇവരിങ്ങനെ കൂടെ കാണാം അല്പം വെള്ളം കിടക്കുന്നു. ഇതേപോലെ തോടിന്റെ കൈകൂടെ പാറ്റു ആ തോട്ടിലെ വെള്ളം കുടിപ്പിച്ചത്. പക്ഷേ മാറയിലെ വെള്ളം അവരാദ്യം കുടിച്ചു. മരണം, വൈകി മരണം, വേദമേ കൈ. മോശ ഓടിച്ചെന്ന് ഇസ്രായേലിനെ ഓടിച്ചെന്ന് മോശയുടെ അടുക്കൽ ചെന്ന് നിലവിളിച്ചു. ഈ ജനത്തിന്റെ നിലവിളി മോശ കണ്ടപ്പോഴേ മോശ ദൂരെ ഇരുന്ന് കരയാൻ തുടങ്ങി. നിങ്ങളുടെ ദേവദാസന്മാരൊക്കെ നിങ്ങളുടെ ഇടയിൽ നല്ല സിംഹ കൊട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം ഉപദേശമായ പക്ഷെ നിങ്ങളെ ഓർത്ത് നീറുന്ന വേദനകൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധമാകുന്ന സാക്ഷിയാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകരുത്. പ്രത്യാശയോടെ സ്വന്തമില്ല. വേദന ദൂരത്തുള്ള അറിഞ്ഞ മോശ കരയുന്നത് പരിശുദ്ധമായി എന്തിനാ മോശ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? നീ ഒരു ലീഡറോ നീ എന്തിനാ കരയുന്നേ? കരയാതിരിക്കെ ഞാൻ കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. നീ എന്തിനാ കരയുന്നേ? എന്നെ നോക്കാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വൃക്ഷത്തെ നോക്കാൻ വെട്ടുണ്ടാക്കാൻ പറഞ്ഞു. എന്റെ അർത്ഥം രാത്രിയിൽ അധ്യാത്മരാത്രിയിൽ ചില പ്രശ്നങ്ങളുടെ ഭാരങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവാശയുടെ പറഞ്ഞ തോന്നിയാൽ അവിടെ ഞാൻ നിങ്ങളെ ആത്മാവ് വായിച്ചു കേൾപ്പിക്കാം. മോശെ നീ ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഇസ്രായേലും ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ മാറയിലെ കൈപ്പുള്ള ഉണ്ടാകുന്നതിന് മുമ്പ് നിന്റെ മധ്യമാക്കി തീർക്കാൻ കഴിയണം. ഈ നിന്റെ പ്രശ്നപരിഹാരങ്ങളുടെ വളരുന്നത് യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം നിന്റെ നാളെ കൈപ്പുറമേ വെള്ളം കുടിച്ചിരുന്ന അത് വരുമ്പോൾ പരിഹാരത്തിനായി നമ്മെ എന്നേക്കുമായി വിട്ടുമാറും. ദൈവത്തിന്റെ രക്ഷകർക്ക് തൃപ്തി വരും. തൃപ്തി എന്ന വിഷയമാണ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവൻ നട്ടിട്ടുള്ള പകരവിടെ ഞാൻ പറഞ്ഞു ലെബാനോന്റെ പ്രത്യേകത. ഈ ലെബാനോൻ പോലെ വേറൊരു പർവ്വതവും വേദോസമുണ്ട്. ഒത്തിരി പർവ്വതങ്ങളുണ്ടെങ്കിൽ ലെബാനോനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു പർവ്വതമുണ്ട്. ശിയാദിവസം 2-ാം അധ്യായം 13-14 വായിക്കുമോ പ്ലീസ്? ലെബാനോൻ പറഞ്ഞു വിടുമ്പോൾ ലെബാനിൽ എന്നാ പൊക്കവും ഉയരമുള്ള ദേവതാരുണ്ട്. ഭാഷാൻ ആരാച്ചവളെ ഭാഷാനിലുള്ള മുഴുവൻ വൃക്ഷങ്ങൾ കൈവേരകളാണ്. അതിന്റെ കീഴിൽ കൂടെ പോയാൽ അവനെ ഓടണം. ആളകത്ത് വന്നിട്ട് പോലും എനിക്ക് കരുവേരാമേ ഭാഷയെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. വടക്കന്മാരുടെ കൂടെ
നമ്മുടെ ഇടയിൽ ആരും ആത്മീയ ഉടക്കന്മാരുണ്ടാകരുത്. സ്വന്തം തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നത് രസകരമായ ഒരു സംഭവ കഥ. ഇടയ്ക്ക് കഥ പറയുന്ന പിള്ളേർക്ക് ഒരു സന്തോഷമാണ്. നമ്മുടെ സമീപ ദേശത്ത് പണ്ട് നടന്നത് അരങ്ങാപ്പക്ഷന്മാരുടെ സഭയിലുണ്ട്. 2 ഉടക്കം, പണ്ടത്തെ കാര്യം, 2 മാതിരി വിഷയത്തിലാണ് ഉടക്കം. ഈ ഉടക്കം തീർക്കുന്ന സാക്ഷികളിടയിലാണ്. എന്നെ പറയാനുള്ള സമയം സമയം ഉണ്ടായിരുന്നു. സാക്ഷിക്ക് 1 മണിക്കൂർ പോകും. അപ്പൊ ഈ ഉടക്കമുള്ള അപ്പച്ചന്മാർ തമ്മിൽ തീർക്കുന്നത് എപ്പോഴും സഹായത്തിന്റെ സാക്ഷിയാണ്. ഒരപ്പച്ചൻ എഴുന്നേറ്റിട്ട് പറയും, എടോ യഹോവനെ ചുഴറ്റിയേറി. മറ്റേ അപ്പച്ചൻ വിടോ അങ്ങനെ എഴുന്നേറ്റിട്ട് പറയും, ഉസ്താദ് വീരതയിൽ പ്രശംസിക്കുന്നത്. ശരിക്കും പറഞ്ഞ് തമ്മിൽ അടിയായിരുന്നു. പുതിയ വാസം വന്നപ്പോൾ ഉല്ലാസിന്റെ ഭാഷയിൽ പറയുക, വൈപ്പിക്ക് വേണ്ടി നിവേദന വാസം കൊടുത്തു. ഈ സന്തോഷിപ്പിക്കുന്ന വാക്യം പറഞ്ഞ് തമ്മിലടിക്കുന്ന പരിപാടി നിർത്താൻ പറഞ്ഞു. ഞാൻ പരിഹരിച്ചിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞു, ഇനി തൊട്ട് എല്ലാ ആഴ്ചയിലും അവരവരെ സന്തോഷിപ്പിക്കുന്ന വാക്യം വായിക്കണം. ഞാൻ പറയുന്ന ഭാഗം വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 തൊട്ടാണ് വായിക്കുന്നത്. ഏതായാലും 3-4 വർഷത്തേക്ക് ഞാൻ ഇവിടെ നിങ്ങളുടെ ഉണ്ടല്ലോ. അതിന് മുമ്പ് തീരാത്തിൽ നിന്ന് വായിച്ചോളാം. ഇതിനേക്കും ഏറ്റവും വില്ലനായ അപ്പച്ചൻ. ഇനി അപ്പച്ചൻ എന്ന് പറയുമ്പോൾ ആ കാഴ്ചകളിലുള്ളവരായതുകൊണ്ട് പറഞ്ഞത് കൈതൊക്കെ പോകാറുണ്ട്. ഉടക്കന്മാരെ പറഞ്ഞത് നമ്മുടെ ആത്മീയ മറ്റേ ഡാഡി എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവിന്റെ ദാസൻ ദൈവം കൊടുത്ത നിയോഗം എന്റെ ഹൃദയത്തിൽ ചില നാളുകളായി പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരുന്നപ്പെടാ ദൈവത്തിന്റെ ദാസനെ കൊണ്ട് പറയിച്ചത് ദൈവത്തിന് മകത്വം ഒത്തിരി മുഖ്യം വെച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, ദൈവത്തിന്റെ ദാസനെ അനുസരിക്കുന്നു. വായിച്ചോട്ടെ. 30 പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. ഒരു സഹോദരി വായിച്ചു കൊടുത്തു, ദൈവം ആദ്യം ആകാശവും ഉടക്കനെ അപ്പന്റെ നേരെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു, ഇവന്റെ വീരിപ്പുകൾ കഴിഞ്ഞാൽ ഇവനാ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. സന്തതികളായതല്ലേ. നിങ്ങൾ ഇനി പിണങ്ങിയാലും പ്രസംഗിച്ചല്ലേ പാടുന്നത്. മരണവെട്ടി കിടക്കുന്ന മരണവെട്ടിൽ പെട്ടി കിടക്കുന്ന അപ്പച്ചൻ അച്ചായൻ ഏക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണോ ഞങ്ങൾ പ്രസംഗിക്കുന്നത്? നിങ്ങളുടെ ഇരിപ്പ് ഇന്ന് രാത്രി മാശാനിൽ ഉണ്ടാകുന്ന സകല പുള്ളികളും ഉടക്കന്മാരാണ്. നമ്മുടെ ദൈവസഭയിൽ ആത്മീയ അനുസരണം ഉള്ളവരായി മാത്രം ജീവിതത്തിൽ ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായ ദൈവത്തിന് സ്വന്തം ചെയ്യുക, വിശ്വാസമുള്ള ദൈവത്തിന് സ്വന്തം ചെയ്യട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ബഹുമാനിപ്പിതാക്കന്മാരെ, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൊച്ചുമക്കൾ ആത്മീയ ശക്തന്മാരായി അനുഭവിക്കുന്ന ദൈവിക കാഴ്ചപ്പാടുകൾ ഈ രാത്രി അനുഭവിക്കുന്ന സമയമാകുകൊണ്ട് കരമടിഞ്ഞുകൾ അവരെ സ്വന്തം ചെയ്യണം. നല്ല വൃക്ഷം പിടിക്കത്തില്ല, മുഴുവൻ മുള്ളും പഴക്കാരിയുമാണ്. നിലവാരം അങ്ങനല്ല. ദേവദാരുക്കളുണ്ട്, വിലപിടിച്ചത് വേഗത്തിൽ ആവശ്യത്തിലേക്ക് വരും. 2 ഭാഷാന്റെ വൃക്ഷങ്ങൾ മുഴുവൻ ഉടക്കന്മാരാണ്. അതിന്റെ കീഴിൽ പോയി അവന്റെ പേര് അബ്ശാലോമാണ്. ആരാ? അബ്ശാലോം. ഞാനിതിന്റെ കീഴിൽ പോയാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകും. കാരണം മാസ്റ്ററിയിരിക്കുന്ന ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നതിന് കാരണം ഞാനും ആ കാറ്റഗറി ഉണ്ടെന്നാണ് പുള്ളി പരിശോധന. ഈ പിള്ളേരുടെ സംഭവം മനസ്സിലായിട്ടില്ല. ഒരിക്കൽ കുതിരപ്പുറത്ത് കോവൽക്കെഴുതിന് പുറത്ത് അവൻ രാജാവായി ചമയാൻ വിളിച്ചാൽ പാഞ്ഞു പോവുക. മുടിയിച്ചിട്ട് വലുതായിരുന്നു. സ്വന്തം വടക്കന്മാരുടെ അവൻ ദേശത്തിലുള്ള കരുവേലുകൾ പറഞ്ഞു, നീ പോരാൻ പറഞ്ഞു. നമ്മുടെ സഭയിലുള്ളവരുടെ ഹെയർ സ്റ്റൈൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. മറ്റുമാരെ ഇവിടെ
ഡ്രംസ് അടിക്കുന്ന ഒരു കൊച്ചൻ, നല്ലൊരു കൊച്ചനാണ്, 6 അടി 2 ഇഞ്ച് നീളമുണ്ട്, നല്ല മിടുക്കാനാണ് കൊച്ചൻ. പക്ഷെ ആത്മാവ് ഡ്രംസ് അടിച്ചപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ മുഖത്ത് കണ്ടാണ് മുടി. ോളമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പുറത്ത് തട്ടി കൂടിയ എന്റെ ഹൃദയം പിന്നീട് ഞാൻ എല്ലാവരും എഴുന്നിട്ട് ശുശ്രൂഷിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവന്റെ തലയിലോട്ട് ചെന്നിട്ട് എത്തിച്ചെങ്കിലും വെച്ചു, മോനെ മുടി വെട്ടാൻ പൈസ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, അവന്റെ പാസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അവനോട് അവനോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവല്ല ബെഞ്ചമിൻ പറയുന്നത്. അവന്റെ അമ്മ പ്രാർത്ഥിച്ചു, കർത്താവേ കുഞ്ഞിനോട് സംസാരിക്കണമേ, കുഞ്ഞിനോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ബെഞ്ചമിൻ പറയുക. ഏതായാലും 3 മണിയായപ്പോൾ മുടി വെട്ടി. ആശാന്റെ സന്തതികൾ ആരും ആത്മീയതയെന്ന് പറഞ്ഞാൽ അകത്തളത്തിൽ വരുമ്പോൾ കാണിക്കുന്നതല്ല. യേശുവിന്റെ നാമത്തിൽ ഉണ്ടായിരുന്നു നല്ല ഒരു സഭ. അവിടെ ഇതുപോലെ പാടുന്നു. ഇതുപോലെ ഞാൻ ഈ ബഹുമാന്യ സഹോദരന്മാരെ ചൂണ്ടിപ്പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് താരതമ്യപ്പെടുത്തിയതല്ല. അവിടെ നല്ല പാട്ട് പാടുന്ന ഒരു സഹോദരനുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അവരെ പാടും, നല്ല ഭംഗിയായി പാടും, കീബോർഡുമായി ആരാധന ലീഡ് ചെയ്യും. ഞാൻ പ്രസംഗിക്കുന്ന സമയത്തും ഇതുപോലെ ഈ സഹോദരന്മാരെ ശാന്തമായിരിക്കുന്നത് പോലെ അവരിരിക്കത്തില്ല. അവരിങ്ങനെ പിന്നിടിക്കാനും പാടി എന്നെ ത്രസിപ്പിക്കും. അവർ കൂടുതൽ പാടും, ഒരു പൗലോസായി ഞാൻ മാറട്ടെ. അതിനിടയിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പല പ്രാവശ്യമായപ്പോൾ ഞാൻ പൗലോസിന്റെ അന്ത്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. തല ഉരുണ്ടു പോയടാന്ന് പറഞ്ഞപ്പോ പിന്നെ പാട്ട് കടയിലേക്ക് പോകാൻ ഒരിക്കൽ ബസ്സിൽ വന്ന് ബേക്കർ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോ അവിടെ 3 തിയേറ്റർ ഉണ്ട്. 3 തിയേറ്ററിന്റെ പേര് അവിടെ ചില യുവനക്കാർക്കൊക്കെ അറിയുമായിരിക്കും, കാരണം അവർ സഞ്ചരിക്കുമ്പോൾ കാണുന്നതാ. എന്തിനാ അത് മറച്ചു വെക്കുന്നത്? ഞാൻ ബസ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. രമ്യെന്നും ധന്യെന്നും ഒക്കെ പറയുന്ന ഒരു 3 തിയേറ്റർ ഉണ്ട്. അപ്പം പൗലോസ് ഞാൻ മാറട്ടെ എന്ന് പാടുന്ന പുള്ളി ബസ് സ്റ്റോപ്പിൽ തിയേറ്ററിന് മുമ്പിലുള്ള പോസ്റ്റർ വായിക്കുക, ധന്യേക്കറോ രമ്യേക്കറോ. പാട്ടെന്തുവാ? ഒരു പൗലോസായി ഞാൻ മാറട്ടെ. തിങ്കളാഴ്ച എന്തോ പരിപാടി എന്നറിയാമോ? രമ്യീകരണോ ധന്യീകരണോ, അതോ അതുല്യീകരണോ? രമ്യ വേണോ, ധന്യ വേണോ, അതുല്യ വേണോ? ഞായറാഴ്ച എന്തോ പരിപാടി? ഒരു പൗലോസായി. അല്പം പോലും ലജ്ജയില്ലാത്ത ഒരു മനുഷ്യനായി ഏറെക്കുറെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചെന്ന് പുറകിൽ നിന്ന് തലക്കൊരു തട്ട് സ്നേഹത്തിന്റെ ആത്മാവിൽ കൊടുത്തു പറഞ്ഞു, കയറിപ്പോളാം. ചെറുക്കൻ പ്ലേറ്റ് മാറ്റിയതേ, ചെറുക്കൻ പറഞ്ഞു കേൾക്കണോ? ഇതൊരു ദുഷ്ടകാലം അല്ലയോ? സ്വന്തം സാധാരണ വഞ്ചന ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞായറാഴ്ച കാണിക്കുന്ന പ്രഹസനമല്ല, ശ്രേഷ്ഠമാണെങ്കിൽ നിന്റെ തലമുറ രക്ഷിക്കപ്പെട്ടതായിരിക്കും. നിന്റെ യൗവനക്കാർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ ദൈവസഭയുടെ നടുത്തൂണായി വളർന്നു വരും. ആലയത്തിനാളുകൾ കൊത്തിയ മാതിരി പോലെ കരമടിച്ച കർത്താവിനെ സ്വന്തം ചെയ്തു. ഇതാ ഭാഷയുടെ ഒരു ലക്ഷം. ഇനി 2 കാര്യങ്ങൾ കമ്മി വാക്യത്തിൽ പറയുന്നേ ഉള്ളൂ, നിങ്ങൾ മിണ്ടാതെ കേട്ടോണം ഇരുന്നാണ്. ഈ ഭാഷാണി ഒരു സൈസ് പശുക്കളാണ്. ഭാഷാണി പശു തീറ്റി തിന്നുന്നതിന് ഒരു കുറവും. ഭാഷാന്റെ പശുവിന്റെ കാര്യമാണ് പറയുന്നത്. കറക്കാൻ കൊടുക്കുന്ന യജമാന്റെ പല്ല പിറ്റേന്നും രാവിലെ ഓക്കെ കുഴച്ചു കൊടുക്കുമ്പോൾ വെട്ടി അടിക്കും. 10 മണിക്ക് കറക്കാൻ ചെല്ലുമ്പോൾ
ദൈവത്തിന്റെ ഭാഷ പ്രശ്നത്തിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവവചനമായതുകൊണ്ടും പ്രസംഗശാസ്ത്രം അതായതുകൊണ്ടും അടുക്കിച്ചിട്ട് അങ്ങനെ ആയതുകൊണ്ടും അടുത്തത് വിസ്താരമായിട്ടാൽ വിട്ടുകളയുന്നത് യോഗ്യമല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ സമ്മതത്തോടെ പറയാം. മൂന്നാമത്തെ ടീം വേദപുസ്തകം പറയുന്നത് ഭാഷാനിലെ സ്ത്രീകളും എന്ന് പറഞ്ഞാൽ വേദപുസ്തകം മലയാളത്തിൽ പറഞ്ഞത് ഭാഷാന്റെ പെണ്ണുകളെന്നാണ്. ആ വാക്ക് ഇങ്ങനെ പറഞ്ഞാൽ നാളെ ഏഷ്യാനെറ്റ് ചർച്ചയ്ക്ക് വിളിക്കും. അതുകൊണ്ട് ഞാൻ മാന്യമായ വാക്ക് പറഞ്ഞത് ഭാഷ. നമ്മുടെ ഇടയിൽ ഞാൻ സഹോദരിമാരവിടെ കൂടുതൽ, അതുകൊണ്ട് നിങ്ങളെ തന്നെ നോക്കി ആത്മാവിൽ പോലെ നമ്മുടെ ഇടയിൽ കർത്തൃത്വം അംഗീകരിക്കുന്നവരാസം നിങ്ങളല്ലേ മുമ്പേ അന്ന് വലിയതെത്താൻ സൂര്യ വലിയതെത്താൻ കുതിരക്കുളമ്പുകൾ കഠിനം എന്ന് പറയുമ്പോൾ ആത്മാവിൽ ആരാധിച്ചത്. ഈ വാക്കുമ്പോൾ സ്വതം പറയാം. നമ്മുടെ മുൻപുള്ള അമ്മമാരെ ബഹുമാനിച്ചത്, ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിച്ചത് അലങ്കാര ഭാഷയാണെങ്കിൽ ഇന്ന് രാത്രി സകല മേക്ഷതയുടെ വ്യാപാരങ്ങൾ യേശുവിന്റെ ഞാനൊരു ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കാൻ പോയപ്പോ എന്നെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് ഒരു ഡോക്ടർ ഫാമിലിയാണ്. ഭാര്യ ഭർത്താവ് ഡോക്ടർ ഫാമിലി എന്നെ അവർ വളരെ സ്നേഹത്തോടെ വിളിച്ചോടെ പോയി. അവിടെ രാവർക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത് എൻ്റെ പെട്ടിയൊക്കെ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർ വെല്ലുവിളിക്കുന്നതായതുകൊണ്ട് അങ്ങനെ സംസാരിച്ചെങ്കിൽ ഈ വിദ്യാഭ്യാസം വിലക്കുന്നതുകൊണ്ട് എൻ്റെ കുറവായിരിക്കും. പക്ഷേ ഈ സഹോദരി ഇടപെടൽ കണ്ട് ഞാൻ വേറെ സ്നേഹിതരെ വാട്സപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. എനിക്ക് വൈകിട്ട് കഴിക്കാൻ ബർഗർ മേടിച്ചൊന്ന് ചോദിച്ചതാണ്. പക്ഷെ എപ്പോൾ മാറിപ്പോയി. നീ ബർഗർ മേടിച്ചില്ലയോ? ഭർത്താവിനാണ് ചോദിച്ചത്. ഞാൻ തീരുമാനമെടുത്തു, ഇനി വേണ്ട തൽക്കാലം ബർഗർ. ഞാനിത് എന്റെ മുമ്പിലിരിക്കുന്ന യുവ സഹോദരനെ ആത്മാവിൽ അനുഗ്രഹിച്ചത് പറയാം. കാലം എത്ര മാറിപ്പോയാലും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെടുന്നത് നിങ്ങൾ എങ്ങനെ അംഗീകരിച്ചാൽ നാമത്തിൽ ഒരു ഭാഷാന്റെ സ്വഭാവങ്ങളും നമ്മുടെ സ്വഭാവം നമ്മുടെ ദൈവസഭയ്ക്കകത്ത് വേണ്ട. ഈ മൂന്ന് കാറ്റഗറിയെ ആത്മാവിലെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ലബാനന്റെ അനുഗ്രഹങ്ങൾ ദൈവസഭയിൽ വരട്ടെ.